പെട്രോളിയം ഗ്യാസ് എന്നിവയുടെ സംഭരണം തൃപ്തികരമാണെന്ന് പെട്രോളിയം വകുപ്പ് സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരുകളൊക്കെ ഒരുപോലെ ഒന്നിച്ച് ഇറങ്ങണമെന്നും ഒരുപോലെ പ്രവർത്തിക്കണമെന്നുമാണ് ഇന്ന് പ്രധാനമന്ത്രി ഈ ഒരു സാഹചര്യത്തെ പറ്റി സംസാരിച്ചപ്പോൾ ആ പശ്ചാത്തലത്തിൽ പറഞ്ഞ കാര്യം. പശ്ചിമേഷ്യൻ മേഖലയിലെ അശാന്തിക്ക് സമീപകാലത്ത് ശാശ്വത പരിഹാരമുണ്ടാകില്ലെന്ന സൂചനയാണ് ലോക്സഭയിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാകുന്നത്. പ്രതിസന്ധികളെ നേരിടാൻ കോവിഡ് കാലത്തിന് സമാനമായ മുന്നൊരുക്കങ്ങൾ നടത്തണമെന്ന് നരേന്ദ്രമോദി സഭയിൽ ഓർമ്മിപ്പിച്ചു. യുദ്ധം ആരംഭിച്ച് 24 ദിവസം പിന്നിടുമ്പോഴും ആയത്തുള്ള അലി ഖമനേയിയുടെ മരണത്തെ അപലപിക്കാൻ തയ്യാറാകാതിരുന്ന പ്രധാനമന്ത്രി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ 1 കോടിയിലേറെ വരുന്ന പ്രവാസികളുടെ സുരക്ഷയാണ് പരമപ്രധാനമെന്നും വ്യക്തമാക്കി. सभी पक्षों को जल्द से जल्द शांतिपूर्ण समाधान के लिए പ്രോത്സാഹിത് करने का है. ഇന്നലെ രാത്രി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് യോഗത്തിലെ തീരുമാനങ്ങൾ കൂടി വ്യക്തമാക്കുന്നതായിരുന്നു വിവിധ മന്ത്രാലയങ്ങൾ സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനം. രാജ്യത്തെ പെട്രോളിയം, ഗ്യാസ് എന്നിവയുടെ സംഭരണം തൃപ്തികരമാണെന്നറിയിച്ച പെട്രോളിയം വകുപ്പ് സെക്രട്ടറി സുജാത ശർമ്മ LPG സിലിണ്ടറിന്റെ അളവ് കുറയ്ക്കുമെന്ന പ്രചാരണം തെറ്റാണെന്നും ചൂണ്ടിക്കാട്ടി. नेचुरल गैस के संबंध में घरेलू उपभोक्ताओं को और CNG ट्रांसपोर्ट के लिए 100% सप्लाई मेंटेन्ड है. ഷിപ്പിംഗ് മന്ത്രാലയം സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ഹോർമുസ് വഴി ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കത്തിന്റെ കണക്കുകളും ഇന്ത്യൻ നാവികരുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളും വിശദീകരിച്ചു. പ്രധാനമന്ത്രി ഇറാൻ പ്രസിഡന്റുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ വിദേശകാര്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി രൺവീർ ജയ്സ്വാളും വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.